ഹലോ ഓൾ, നമുക്കിന്ന് ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു പെപ്പർ ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു 4 വലിയ സവാള, പിന്നെ ഒരു 5 ചില്ലി, ഒരു ഹാഫ് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാനിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അത്രയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ആണെങ്കിലും കുറച്ച് കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാനിപ്പോൾ ഇച്ചിരി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കണം. ഇടയ്ക്ക് നമ്മൾ ആ പാൻ ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, നല്ല അടി പിടിക്കും. അത് കഴിഞ്ഞിട്ട് ആ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അതും ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അത് രണ്ടും ഒന്ന് നല്ല രീതിയിൽ സോട്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതൊന്ന് നല്ല രീതിയിലൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ കളർ ആവരുത്, അതിന് മുന്നേ തന്നെ നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു കുറച്ച് പെരുംജീരകം, അത് ചതച്ചതോ അല്ലെങ്കിൽ പൊടിയോ ആഡ് ചെയ്യാം. ഒരു പിഞ്ച് ചെറുതായിട്ട് മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് പെപ്പർ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബ്ലാക്ക് കളർ ആവുന്നിടം വരെ നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതൊന്ന് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിനകത്തേക്ക് നിങ്ങളുടെ ചിക്കൻ അനുസരിച്ച് വേണം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ. ചിക്കൻ ആഡ് ചെയ്തിട്ട് ആ ചിക്കൻ നല്ല രീതിയിൽ ഇതുമായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങും, അതിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടേ ചെയ്യാവുള്ളൂ. ഇടയ്ക്ക് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഉപ്പും കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഇറങ്ങി വരുന്നതോളം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും കുറച്ചുകൂടെ പെപ്പർ കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ ആ വെള്ളം ഒന്ന് നല്ലോണം കുക്കായതിന് ശേഷം വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം വെള്ളം നല്ലോണം വറ്റി നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് ചിക്കനകത്ത് നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി അത് വറ്റാൻ വേണ്ടി എല്ലാം തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അത് കഴിയുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ തയ്യാറായി കിട്ടും. ഇത് ചപ്പാത്തിയുടെ കൂട്ടത്തിൽ അപ്പത്തിൻ്റെ കൂട്ടിലൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.